ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പെപ്പർ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ പെപ്പർ ചിക്കൻ റെഡിയാക്കാനായിട്ട് ഇവിടെ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മീഡിയം കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2-2.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ട് നല്ലൊരു നല്ല സ്മെല്ല് വരും ആ ഒരു സമയം വരെ. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് വഴറ്റിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നീളത്ത് കട്ട് ചെയ്തിട്ട് ചേർക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തിട്ടും ചേർക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നടുവേ കയറിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർക്കുക, എങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവാള അത്യാവശ്യം കളറൊക്കെ മാറിക്കിട്ടുന്നവരെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കിനി ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം വഴന്ന് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ഇതുപോലെ നീളത്ത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്, അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം, ഒരുപാട് ആവണ്ടേ. ഇനി നമുക്കിതിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറയെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പിന്നീട് ലാസ്റ്റ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. വലിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി, വലിയ ജീരകം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ പൊടി നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട്. ആ ഒരു സമയത്ത് പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറിക്കിട്ടും കേട്ടോ. ആ ഒരു പെപ്പർ ചിക്കൻ്റെ കളർ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ഒരു ബ്ലാക്ക് ഷെയ്ഡല്ലേ വരുന്നത്. അപ്പോൾ നന്നായിട്ടൊരു ബ്ലാക്ക് കളറായിട്ട് ഏതാണ്ട് വരും. ആ ഒരു സമയം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയിട്ട് വഴറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ ഇടണേ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഏതാണ്ട് ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. നമ്മുടെ പൊടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടൊക്കെ വന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റിയെടുക്കണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ ചിക്കനും കൂടി ഒന്നിച്ചിട്ടിട്ട് നന്നായി ചിക്കൻ വേകുന്ന സമയത്ത് തക്കാളിയും വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാളയും ഇട്ടിട്ടുള്ള പൊടികളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കൈപ്പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് അധികം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പെപ്പർ ചിക്കന്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ തുടക്കത്തിൽ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ, സവാള വഴലാൻ ആവശ്യമായിട്ടുള്ള മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ഇത് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നവരെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഞാനിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, കാരണം ചിക്കൻ അല്ലേ ഡയറക്റ്റ് എന്തായാലും വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വരും. അപ്പോൾ ഞാനിതിൽ വെള്ളം ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് അടിക്ക് പിടിക്കുന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചാലും മതി. പക്ഷേ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ ഈ ഒരു മസാലയിൽ നിന്ന് തന്നെ നമുക്ക് ചിക്കന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ അടച്ച് വെച്ചെന്ന് വിചാരിച്ചിട്ട് മൈൻഡ് ചെയ്യാതെ നിൽക്കരുത് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ചിക്കൻ വേവുന്നവരെ. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, പക്ഷെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും എന്താ ഇത് ചിക്കന് നന്നായിട്ട് വെന്തിട്ടില്ല, ഏതാണ്ട് പകുതി വേവേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ ചിക്കനിൽ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇത്രയും വെള്ളവും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്ന് വെച്ചിട്ട് വേണം വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി. കാരണം ഇതുപോലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ മസാലയൊക്കെ ആ പെപ്പറൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് കിട്ടുള്ളൂ, ചിക്കനിലും ആ കളറൊക്കെ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, ചിക്കൻ ഇപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം, മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കാനുള്ള കാര്യം മറക്കരുത്, കാരണം നമ്മൾ വെള്ളമൊക്കെ വറ്റാൻ വേണ്ടി വെക്കുന്ന സമയമല്ലേ, അപ്പോൾ അടിക്കൊന്നും പിടിക്കേണ്ട. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇത്രയും ഗ്രേവി ആവശ്യമാണ് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതാണ് കേട്ടോ കറക്റ്റ് പാകത്തിനുള്ള കൺസിസ്റ്റൻസി, ഈ ഒരു ഗ്രേവിയുടെ വേണ്ടിയിട്ടാണ് ആവശ്യം. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ലാസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ആ ഒരു പെപ്പർ ചിക്കൻ്റെ പെപ്പറിൻ്റെ തന്നെ മെയിനായിട്ടുള്ള ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കണം, കാരണം നമ്മൾ നേരത്തെ അത്യാവശ്യം ചേർത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ലാസ്റ്റ് ഒരു നല്ലൊരു ഫ്ലേവറിന് മാത്രമായിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയി കേട്ടോ. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പെപ്പർ ചിക്കൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ കളറിലും ടെക്സ്ചറിലും ഒക്കെ അല്ലേ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ പറയാനുമില്ല, സെയിം ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്